ഹോളിവുഡ് ലെവല് വളം. വെൽക്കം ബാക്ക്. ഇന്ത്യൻ സിനിമ കാത്തിരുന്ന, മോഹൻലാൽ ആരാധകർ കാത്തിരുന്ന, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കുന്ന ദിവസം, ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടർ ഓഫ് മലയാളം സിനിമ, എബ്രഹാം ഖുറൈഷി എ.കെ. സ്റ്റീഫൻ നെടുമ്പള്ളി. ഇറ്റ്സ് റിഡംഷൻ ഡേ. മലയാളികൾ അറിയാൻ കാത്തിരുന്ന ആ റിവ്യൂ. അപ്പോൾ സ്പോയിലേഴ്സ് ഒന്നുമില്ലാതെ നമുക്ക് എമ്പുരാന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടറിഞ്ഞു ഓടിച്ചോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പൊ എമ്പുരാന്റെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് അടിപൊളിയാണ്. ചേട്ടൻ എങ്ങനെ ഉണ്ടായി? രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഹോളിവുഡ് ലെവല് വളം. ഗൂസ്ബംസ് ആണ്. ഗൂസ്ബംസ് തന്നെ. മൊത്തത്തിൽ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൂസിഫറിൽ നിന്ന് ഒരു മിസ്റ്ററി ഉണ്ട് ഇന്റർവ്യൂവിൽ കഴിഞ്ഞ്. ഓക്കെ. എബ്രഹാം ഖുറൈഷിയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. പക്ക. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? കൊള്ളാം. ഇതുവരെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇന്റർവെല്ലിൽ കിട്ടില്ല ഒരു പോയിന്റിലാണ് നിർത്തിയേക്കുന്നത്. അപ്പം എക്സൈറ്റഡ് ആണ്. കൊടുത്ത ഹൈപ്പിനുള്ള എല്ലാം പീക്ക് കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ പറയാനാണ് എങ്ങനെയാണ് സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ? എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഹാഫ് അല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ ഇനി നമുക്ക് ഫുൾ ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ആ ഒരു ബ്രഹ്മാണ്ഡ സംഭവം ഫീൽ ചെയ്തു. എല്ലാം മേക്കിംഗ് ആയാലും എല്ലാം കിട്ടിലായിട്ടുണ്ട്. ലാലേട്ടന്റെ എൻട്രി കാര്യങ്ങളൊക്കെ എല്ലാം സൂപ്പറാണ്. സൂപ്പറാണ്. ഓക്കെ. ഒരു ആവേശം. ആ ഒരു ഫസ്റ്റ് ഒരു സ്ലോ ഫേസ് അങ്ങനെ പോയതാ. സെക്കൻഡ് ഹാഫ് എന്തെങ്കിലുമൊക്കെ നല്ലൊരു പ്രതീക്ഷിക്കാം. കൊള്ളാൻ പറഞ്ഞാല് സ്റ്റോറി ബിൽഡിംഗ് ആണ് ഫസ്റ്റ്. ഫസ്റ്റ് ആ ഒരു ഇതിലാ പോയിരിക്കുന്നത്. ഭയങ്കര പീക്ക് മൊമെന്റ്സ് പറയാനായിട്ടൊന്നും ആയിട്ടില്ല. സെക്കൻഡ് ഹാഫ് കാണും, പ്രതീക്ഷിക്കാം. എന്തായാലും മൊത്തം കണ്ടത് ഒരു കൊടുത്ത ഹൈപ്പിനുള്ള ഒരു ഹോളിവുഡ് ലെവൽ സംഭവം. ക്വാളിറ്റി ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്കാണെങ്കിലും സൗണ്ട് എഫക്റ്റ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു. ലാലേട്ടന്റെ എൻട്രി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. കൊള്ളായിരുന്നു. കൊള്ളാം. ഓക്കെ. സൂപ്പർ ആയിരുന്നു. എമ്പുരാൻ പോലെ തന്നെ അല്ല, ലൂസിഫറിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ്. ഡിഫറെന്റ് ആണ്. ബാക്കി കാണാൻ എങ്ങനെയാണ് മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു സിനിമ അങ്ങനെ പറയാനുണ്ടോ? പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ സൂപ്പറാണ്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവൽ സിനിമ ഫീൽ ആണ്. റിയലി നമ്മൾ മലയാളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല രീതിയിൽ ഡയറക്ഷൻ സൂപ്പറാണ്. കണ്ടതിൽ വെച്ചത് ഡയറക്ഷൻ അടിപൊളി. ലാലേട്ടന്റെ എൻട്രി ഒക്കെ എങ്ങനെയുണ്ട്? ഒരു ഗൂസ് ബംസ് ഒക്കെയാണ്. സൂപ്പറാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു? പാൻ ഇന്ത്യൻ സിനിമ ഉണ്ട്. ഒരു ആവേശം ഫസ്റ്റ് ഹാഫിൽ ഇല്ലെന്നാണ്. എങ്ങനെയുണ്ട്? അല്ല, കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, അടിപൊളിയായിരുന്നു. നോക്കട്ടെ, സെക്കൻഡ് ഹാഫ് കൂടെ നോക്കട്ടെ. ഒരു ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൂഡ് അല്ലെന്നാണോ? അങ്ങനൊന്നുമില്ല. നമ്മുടെ ലൂസിഫർ പോലെ സീരിയസ് മൂഡാണ് പോയേക്കുന്നത്. സീരിയസ് മൂഡ്. ഒരു ഭയങ്കര എലിവേഷൻ ഗൂസ് ബംസ് മൊമെന്റ്സ് ഒന്നും ഇല്ല. ഡിഫറെന്റ്. ഇപ്പം സ്റ്റോറി തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്റർവെല് കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നല്ല മേക്കിംഗ് ആണ്. സ്ലോ പേസിലാണ് പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ലൂസിഫറിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇതിലും. എന്റെ എക്സ്പീരിയൻസിൽ നല്ലൊരു ഇതാണ് തോന്നിയത്. ടോട്ടലി ഗൂസ് ബംസ് മൊമെന്റ്സ് അങ്ങനെ ഒന്നും പറയാനില്ല ഫസ്റ്റ് ഹാഫ്. എനിക്ക് മോഹൻലാലിന്റെ എൻട്രി നല്ല അടിപൊളിയായിട്ടാണ്. ഓക്കെ. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയ്ക്ക് ഒരു ആവേശമില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്ക്. എങ്ങനെയാണ് തോന്നിയത് ശരിക്കും? തീർച്ചയായിട്ടും നല്ല ആവേശം തന്നെയാണ്. വെയിറ്റിംഗ്. ലാസ്റ്റ് സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയാണ്? ഗൂസ് ബംസ് മൊമെന്റ്സ് ഫാൻസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബ്രഹ്മാണ്ഡ സംഭവമാണ്. തീർച്ചയായിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം. നമുക്ക് കഥകൾ മൊത്തം സെക്കൻഡ് ഹാഫിലെ എടുത്തുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ എടുത്ത് വെച്ചേക്കുന്നത് മൊത്തം ആ ഒരു രീതിയിലാണ് ഇത് വെച്ചത്. പക്ഷേ ഈ എൻട്രി എന്ന് വെച്ചാൽ മലയാളമാസം ഈ എൻട്രിയാണ്. സെക്കൻഡ് ഹാഫിലാണ് ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് നടക്കുന്നത്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. എങ്ങനെ ഉണ്ടായി? കൊള്ളാം. എന്നാലും ഒരു പ്രതീക്ഷ കൊടുത്ത വമ്പൻ ഹൈപ്പായിരുന്നു. അതിന്റെയൊക്കെ തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫിലെല്ലാം പ്രകടനം കാഴ്ചവെക്കുമായിരിക്കും. അത്ര ഒരു കൊടുത്ത ഹൈപ്പിനുള്ള സെക്കൻഡ് ഹാഫിലായിരിക്കും. കുഴപ്പമില്ല. വീഡിയോ എല്ലാം കൊള്ളായിരുന്നു. എന്നാലും മൊത്തത്തിൽ എങ്ങനെയുണ്ട് കഥയും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ? പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫിലായിരിക്കും കൂടുതലുള്ളത് തോന്നുന്നു. ഓക്കെ.